ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എനിക്കിതാ ഇവിടെ കുറച്ച് വിത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിത്തായിട്ട് വാങ്ങിയതല്ല, സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൂത്ത വിത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് നട്ടേക്കാന്ന്. മിക്കവാറും മൂത്തത് കിട്ടാറില്ല. കിട്ടണ സമയത്ത് നട്ടു വെച്ചേക്കാന്നൊരു തോന്നൽ വരാറുമില്ല. എന്തായാലും ഓണത്തിന് വിളവെടുക്കാനൊന്നും പറ്റൂലായിരിക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക്കുമോയെന്നറിയാമല്ലോ. അപ്പോൾ ഞാൻ പേപ്പർ ഗ്ലാസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഒരു 3 പേപ്പർ ഗ്ലാസ്സിൽ കുമ്പളവും ഒരു 4 പേപ്പർ ഗ്ലാസ്സിൽ മത്തയും നടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോട്ടി മിക്സാണ് വാങ്ങിച്ച പോട്ടി മിക്സാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ചും കൂടി കൊക്കോപ്പിറ്റ് ചേർത്തൊന്ന് ലൂസാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് നടണേന് മുന്നേ പേപ്പർ ഗ്ലാസ്സിൽ ഞാൻ എഴുതി വെച്ചിട്ടാണ് കേട്ടോ നടുന്നത്. ഇതിൻ്റെ ഇലകൾ തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കണ്ടിട്ടുണ്ട്, എങ്കിലും അതെനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും എഴുതി വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ മത്തനാണോ കുമ്പളങ്ങയാണോ, അല്ലെങ്കിൽ അത് ഉണ്ടാവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ. പൂച്ചെടികളുടെ വിത്തുകളാണ് നമ്മൾ നടുന്നതെങ്കിലും നമ്മൾ നടുന്ന പോട്ടാണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ ഇതുപോലെ എഴുതി വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പലതരത്തിലുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. കളറുകളാണെങ്കിലും നമുക്കത് അറിയാൻ പറ്റും. വെറുതെ ഒരു രസമല്ലേ അതൊക്കെ. വിത്തുകൾ ശേഖരിക്കുമ്പോഴാണെങ്കിലും പലരും ഇങ്ങനെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളെ മത്തനും കുമ്പളങ്ങൊക്കെ ഉണ്ടായിട്ട് ഇനി ഇതുകൊണ്ടാണോ ഞാൻ കോടീശ്വരി ആക്കണേന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏത് വഴിക്കാണ് ഭാഗ്യം വരണേന്ന് എങ്ങനെ അറിയണത്? അപ്പോൾ എന്തായാലും നമ്മുടെ കൃഷി നടക്കട്ടെ അല്ലേ. അപ്പോൾ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ 4 എണ്ണം വെച്ചാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. 4 വിത്താണ് ഞാനതിൽ കുത്തുന്നത്. ഉള്ളതിൽ നല്ല വിത്ത് നോക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ചിലതിങ്ങനെ പതിഞ്ഞാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഉള്ളിലൊന്നുമില്ലാന്ന് തോന്നുന്നു. കെട്ട വിത്തെന്ന് പറയൂലേ, അതുപോലത്തെ വിത്താണ്. ചിലത് നല്ല വീർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തൊടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് ഇത്തിരി ഫ്ലഷി ആയിട്ടുള്ള വിത്താണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ പിടിക്കുമായിരിക്കും. എന്ന് പറയണ കാരണം ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. വിത്തുകളൊക്കെ ഉണ്ടെങ്കിലും ഏതിൻ്റെങ്കിലും ചോട്ടിൽ കൊണ്ടുപോയി വലിച്ചെറിയും എന്നല്ലാതെ അവിടെ കിടന്ന് മുളച്ചാലായി അങ്ങനെ ചെയ്യാറുള്ളൂ. ഈ പച്ചക്കറി വിത്ത് അങ്ങനെ ഇതുപോലെ ഗ്ലാസ്സിലൊക്കെ നട്ട് കൃഷി ചെയ്യുന്ന രീതിയിലൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അതൊരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുകയാണ്. അങ്ങനെ നട്ടെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അതൊന്നും നനയാൻ വേണ്ടി മാത്രം, ഒഴുകി പോകാനുള്ള അത്ര വെള്ളമൊന്നുമില്ല, ചെറുതായിട്ട് മാത്രം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.